ഞാൻ അസ്നാറിനോട് വർക്ക് ചെയ്തൊരു സിനിമയിൽ സംഭവിച്ചൊരു കാര്യം പറയാം. ഒരു ദിവസം 1200 ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നമ്മളൊരു ഒരു ജാഥ ഷൂട്ട് ചെയ്യണം. അപ്പം പെട്ടെന്ന് അസ്നറേഴ്സൊക്കെ പൊരി വെയിലത്ത്, ഇവരും പൊരി വെയിലത്താണ്. അപ്പോൾ ഇവർക്ക് വേണ്ട പ്രൊഡക്ഷൻ, ഇവർക്ക് വേണ്ട ഫുഡും വെള്ളമൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇവർ ഭയങ്കരമായി ക്ഷീണിച്ചിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ അസ്നറിട്ട് പെട്ടെന്ന് വിളിച്ചെന്നെ. ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നിലത്ത് വീണ് കിടക്കുന്നതാണ്. ചുറ്റും ഇവരുടെ കൂടെയുള്ള ആൾക്കാർ കൂടിയിരിക്കണം, മീഴ്ച നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇയാളെടുത്ത് നേരെ ഞാനും അസ്നറും, ആ ക്രൂ ആരും അറിഞ്ഞിട്ടില്ല, നമുക്ക് അറിയിക്കാനുള്ള സമയമില്ല, നമ്മൾ നടുറോട്ട് നിൽക്കണം ഇത്രയും പേരായിട്ട്. നമ്മൾ അടുത്ത ഓട്ടോ കൈ കാണിച്ച് ഇയാളെ ഞങ്ങൾ കയറ്റി നേരെ അവിടുന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഹോസ്പിറ്റലിൽ അപ്പോഴത്തേക്കും നമ്മൾ പോണ വഴിക്ക് കൺട്രോളറേയും പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പം അവർ പുറകെ വണ്ടി വരുന്നുണ്ട്. അന്ന് ഞങ്ങൾ എത്തിയപ്പോഴത്തേനും അവരെത്തി. ഇയാൾ നേരെ ICU കയറ്റി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ മരിച്ചു. അപ്പം അതിൻ്റെ റീസൺ ഈ പ്രൊഡ്യൂസറോ ഈ പ്രൊഡക്ഷൻ കൺട്രോളറോ ഈ പ്രൊഡക്ഷൻ ടീമോ ആയിരുന്നില്ല. അതിൻ്റെ റീസൺ 2 ദിവസം മുന്നേ ഇതേ ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു കോടതി സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ തലയിറങ്ങി വീണിട്ട് ഇതേപോലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് നമ്മൾ ആ കോർഡിനേറ്ററുടെ അടുത്ത് പറഞ്ഞു, ഇദ്ദേഹത്തെ ഇനി വിളിക്കരുത്, വേറെ കൊണ്ടല്ല, ഇയാൾ പ്രായമായി, അപ്പം വിളിക്കരുത്, ഇയാൾക്ക് ഷുഗർ പ്രഷർ എന്തൊക്കെയുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ പുള്ളി വരുന്നത് പൈസയ്ക്കല്ല, പുള്ളി വരുന്നത് ഭക്ഷണം കഴിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പം രണ്ടാമത് ഈ വൃദ്ധനായ ആൾ തന്നെയാണ് ഈ മരണപ്പെട്ടത്. അപ്പം നമ്മൾ തിരിച്ചു വന്ന ഉടനെ നമ്മൾ പോയി കാണുന്നത് ഈ കോർഡിനേറ്ററാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ പൊന്നു ചേട്ടാ, ഞാൻ വിളിച്ചിട്ട് വന്നതല്ല, പുള്ളി സ്വയം. അപ്പോഴവർക്കറിയാമല്ലോ. അപ്പം ഞാൻ നമ്മൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോൾ ഇല്ല, ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇത് അയാൾക്ക് അറിയുകയോ അറിയത്തില്ലയോ, 2 ദിവസം മുന്നേ മരണപ്പെട്ടു.